നമസ്കാരം. ഇന്ന് SDP സംസ്ഥാന അധ്യക്ഷൻ അഷറഫ് മൗലവി ഒരു വലിയ പരാതിയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്ന പരാതി എന്ന് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ മുസ്ലിം മതവിഭാഗത്തോടുള്ള അവഗണനയെക്കുറിച്ചാണ്. മുസ്ലിം മതവിഭാഗത്തോട് പിണറായി വിജയൻ അവഗണന കാണിക്കുന്നു എന്ന് പറയുമ്പോൾ മതേതരത്വത്തിൻ്റെ അപ്പോസ്തലൻ എന്നൊക്കെ പ്രഖ്യാപിച്ച് ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നിലകൊള്ളുന്ന സംഘപരിവാറിൻ്റെ ഫാസിസത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു തീവ്ര സംഘടനകളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം രൂപം കൊണ്ട് ഈ നാടിൻ്റെ സാമാന്യ ജനതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നൊക്കെ വാദിക്കുന്ന അഷറഫ് മൗലവിയുടെ SDP എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ യഥാർത്ഥ രൂപവും ഭാവവുമാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്താണ് അഷറഫ് മൗലവി ഇത്തരത്തിൽ പറയുവാനുള്ള സാഹചര്യം എന്ന് ചോദിച്ചാൽ, SNDPയുടെ അധ്യക്ഷനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം മതവിഭാഗത്തിന് പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് നടത്തിയ പരാമർശത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ് ഈ അഷറഫ് മൗലവി. അദ്ദേഹം പറയുന്നത് വഖഫ് ബോർഡിൻ്റെ നിയമനം പോലും PSCക്ക് വിടുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ പരിശ്രമം നടത്തിയെന്നും ഒറ്റക്കെട്ടായിട്ട് സമുദായം ഒരുമിച്ച് നിന്ന് എതിർത്തതിൻ്റെ പേരിൽ മാത്രമാണ് പിണറായി വിജയൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത് എന്നും അഷറഫ് മൗലവി പറയുന്നു. എന്നാൽ 200-ന് താഴെ മാത്രം വരുന്ന വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാൻ വേണ്ടിയിട്ട് തയ്യാറായ പിണറായി വിജയൻ 8000-ൽ അധികം വരുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ നിയമനങ്ങൾ PSCക്ക് വിടുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ നിയമനം PSCക്ക് വിടണം എന്ന് ഈ അഷറഫ് മൗലവി അതിയായിട്ട് ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ, ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഈ ഉദ്യോഗാർത്ഥികളായിട്ട് ഇതര മതവിഭാഗത്തിലുള്ള ഇസ്ലാം തുടങ്ങിയ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് കടത്തി വിടണം എന്നുള്ള ആഗ്രഹം അഷറഫ് മൗലവി ഈ പ്രസ്താവനയിലൂടെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡ് 8000-ലധികം വരുന്ന നിയമനങ്ങൾ സ്വന്തമായി നടത്തുകയും വഖഫ് ബോർഡിൻ്റെ നിയമനം PSCക്ക് വിടുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ സമുദായം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്ന അഷറഫ് മൗലവി സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ സ്കൂളുകളും കോളേജുകളും ഒക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒരു തുണ്ട് ഭൂമി പോലും കൊടുത്തില്ല എന്ന് പരാതിപ്പെടുമ്പോൾ തന്നെ മലപ്പുറത്ത് +1 വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കുന്നതിലും മലബാർ മേഖലയിൽ ഇടതുപക്ഷ സർക്കാർ പിന്നോക്കം നിൽക്കുന്നു എന്നുള്ള ആരോപണവും വയ്ക്കുകയാണ്. ഇങ്ങനെ വലിയ ആരോപണങ്ങളുമായിട്ട് സ്കോളർഷിപ്പ് വിഷയത്തിലും ഇസ്ലാം കുട്ടികളെ അവഗണിക്കുന്ന തരത്തിലുള്ള ഇസ്ലാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ സ്കോളർഷിപ്പിനെ അട്ടിമറിക്കുന്ന നിലപാടുകളാണ് പിണറായി വിജയൻ എടുത്തത് എന്നുള്ള ആരോപണവും അഷറഫ് മൗലവിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ മാത്രം, ഒരു സംഘടിത വിഭാഗമായിട്ടുള്ള ഒരു മതത്തിൻ്റെ മാത്രം ആവശ്യങ്ങളും ആവലാതികളും അവർക്ക് വീണ്ടും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ എടുത്തു പറഞ്ഞ് ഈ നാട്ടിൽ പരസ്യമായി രംഗത്ത് നിൽക്കുന്ന അഷറഫ് മൗലവിയുടെ മുഖത്ത് ചാർത്തിയിരിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇടതു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചാർത്തിയിരിക്കുന്ന ഒരു മുഖംമൂടിയുണ്ട്. ആ മുഖംമൂടി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പവിത്രമായിട്ടുള്ള ഭരണഘടനയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള മതേതരത്വം, മതനിരപേക്ഷത എന്ന് പറയുന്ന മുഖംമൂടി തന്നെയാണ്. ഈ ഹിന്ദു സമുദായത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് SDP ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ടൊക്കെ മത്സര രംഗത്തേക്ക് ഇറക്കാറുണ്ട്. ഈ വിഷയത്തെയെല്ലാം നാം വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുക, ഒരു മതത്തെ കേന്ദ്രീകരിച്ച് മാത്രം സംസാരിക്കുക, ആ മതത്തിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുക, ആ മതത്തിൻ്റെ മാത്രം ഉന്നതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ആ മതത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ശത്രു രാജ്യങ്ങളുടെ പണവും ആശയവും എല്ലാം കൈപ്പറ്റി ഈ നാടിനെതിരായിട്ട് യുദ്ധം ചെയ്യുകയും ഈ നാടിൻ്റെ ജനതയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന പന്ഥാവിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ പ്രവർത്തനം തന്നെയാണ് SDP പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരുന്നതും. ഇതേ പ്രവർത്തനം തന്നെയാണ് അതിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് തന്നെയാണ് SDP കേരളത്തിൽ ഉൾപ്പെടെ
ഈ നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ മുഴുവൻ പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് സജീവമായിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന SDPI തുടങ്ങിയ സംഘടനകളെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ബാധ്യത നമ്മുടെ നാട്ടിലെ ഓരോ പൗരനുമുണ്ട്. അഷ്റഫ് മൗലവി എന്ന് പറയുന്നത് തികച്ചും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും പ്രവർത്തനവും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിൻ്റെയും ഒന്നും യാതൊരു വക്താവായിട്ട് നിൽക്കുവാനുള്ള യാതൊരു യോഗ്യതയും അർഹതയും അദ്ദേഹത്തിനില്ല. അദ്ദേഹം കൃത്യമായിട്ട് ഒരു തികഞ്ഞ മതവാദിയും തീവ്രമായിട്ടുള്ള ഒരു മതചിന്തകനുമാണ്. അദ്ദേഹം ഈ നാട്ടിൽ ശത്രു രാജ്യങ്ങളുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിൽ ഇവിടുത്തെ ദേശീയ ജനതയെ ഛിന്നഭിന്നമാക്കിക്കൊണ്ട് ഈ നാടിനെ സ്വസ്ഥമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തി ഈ നാടിൻ്റെ ഐക്യത്തെ തടഞ്ഞു, ഈ നാടിൻ്റെ ഏകതയെയും ഐക്യതയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഈ SDPI എന്ന് പറയുന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന അഷ്റഫ് മൗലവിയെ പോലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും കർത്തവ്യവും കടമയുമാണ്. നന്ദി, നമസ്കാരം.